നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യേട്ടാ, എന്താണ്? ആ പെണ്ണിനോടല്ലേ ഏട്ടൻ ഇപ്പൊ സംസാരിച്ചു നിന്നത്? അവളല്ലേ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയത്? നീ എന്തൊക്കെ പറയുന്നേ? ഞാൻ ആരോട് സംസാരിച്ചെന്നാ? ഏട്ടൻ അറിയില്ല അല്ലേ? ഇനി അവളെ വിളിക്കുകയോ കാണുകയോ ചെയ്യില്ല എന്ന് വാക്ക് തന്നത് വെറുതെ ആയിരുന്നു അല്ലേ? അരുണെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. നീ പരിധി വിടുക. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞു, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നീ ഇടപെടണ്ടെന്ന്. ഓ, ഇത് ഏട്ടന്റെ വ്യക്തിപരമായ കാര്യമാണോ? എങ്കിൽ അല്ല, ഇത് നമ്മുടെ കുടുംബകാര്യമാ. ആനന്ദ നിലയത്തിനെ ആകെ ബാധിക്കുന്ന കാര്യമാ. അതില് ഞാൻ ഇടപെടുക തന്നെ ചെയ്യും. അതെ, പറയട്ടാ, അവളാരാ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? അത് പറഞ്ഞിട്ട് ഏട്ടൻ പോയാൽ മതി. അതെ ഏട്ടാ, ഉത്തരം മുട്ടുമ്പോ ഇതുപോലെ ദേഷ്യം കാണിച്ച് രക്ഷപ്പെടാന്ന് കരുതണ്ട ഏട്ടാ. അവൾ ആരാന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഏട്ടാ, ഹലോ ചേച്ചി. ഹലോ. ശ്യാമ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ? അതെ, പറഞ്ഞോ. ശ്യാമ, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാ. എന്താ? അതെ ശ്യാമ, ഞാൻ പോവാ. ഞാൻ കാരണം ഒരുപാട് പേര് വിഷമിക്കുക. എനിക്ക് മടുത്ത് ശ്യാമ. എന്റെ ജീവിതം ഇങ്ങനായി. ബാക്കിയുള്ളവരെങ്കിലും സന്തോഷമായിട്ട് കഴിയട്ടെ. ചേച്ചി ചേച്ചി നാട് വിട്ടു പോയാ ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കോ? ചേച്ചിയായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമോ? ഒളിച്ചോടിയതുകൊണ്ട് ആർക്കും സമാധാനം കിട്ടില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ചേച്ചി മോളെ അമ്മയും കൊണ്ട് ഇത്രയും നാളും അലഞ്ഞതല്ലേ. ഇനി ഒരിടത്തൊന്ന് ഉറച്ചു നിൽക്കുക. കാര്യമില്ല ശ്യാമ, ഞാൻ പറയാം. ചേച്ചി ഒന്നും പറയണ്ട. ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാം. നമുക്ക് ഒരുമിച്ച് സംസാരിച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ട ശ്യാമ, ശ്യാമ ഇനി ഇങ്ങോട്ട് വരണ്ട. ഇപ്പൊ തന്നെ ഞാൻ കാരണം ശ്യാമ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ഒരിക്കലും ചേച്ചിയോട് പറഞ്ഞിട്ടുള്ളത് വീണ്ടും പറയാം. നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരാ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിനും കുറെ പൊതു സ്വഭാവങ്ങളുണ്ട്. കഷ്ടപ്പാടും പരീക്ഷണങ്ങളും ഒക്കെ ഒരുപോലെ നേരിടുന്നവരാ നമ്മള്. ചേച്ചി ചേച്ചി ഇപ്പൊ എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലെയാ. ചേച്ചിയുടെ ജീവിതം സമാധാനമുള്ളതാക്കണം. അതാ ഇപ്പൊ എനിക്ക് പ്രധാനം. നമുക്ക് സംസാരിക്കാം. ഞാൻ നാളെ അവിടേക്ക് വരും. നമ്മൾ സംസാരിച്ചിട്ട് മാത്രമേ ചേച്ചി എന്ത് തീരുമാനവും എടുക്കാവൂ. ശരിയാ ശ്യാമേ. നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു വലിയ ആശ്വാസം തോന്നുക. നാളെ നേരിട്ട് കാണാം. ശരി ശ്യാമ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.